മണലൂർ മണ്ഡലത്തിൽ ബി.ജെ.പി. കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. കിറ്റ് സൂക്ഷിച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപനെ അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ വാടാനപ്പള്ളിയിലെ സൂപ്പർ മാർക്കറ്റിൽ കിറ്റ് സൂക്ഷിച്ചിരിക്കുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയത്. ഇതോടെ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥയാണ് ഉണ്ടായത്. ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം നേർക്കുനേർ നിലയുറപ്പിച്ചു. ഇരുവിഭാഗവും മുദ്രാവാക്യം വിളികളുമായി സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥും സംഭവസ്ഥലത്തെത്തിയിരുന്നു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ്, ഏത് തരത്തിലുള്ള പ്രതിഷേധം, പൂർണ്ണമായിട്ടും ജനകീയമായ പ്രതിഷേധം. LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ സംഭവസ്ഥലത്ത് തടിച്ചുകൂടി. കിറ്റുകൾ ഉള്ളതായി ആരോപണമുയർന്ന ഗോഡൌണിലെ മുകളിലെ മുറിയിൽ നിന്നും ബി.ജെ.പി. നേതാവും നടനുമായ ദേവൻ പുറത്തുവന്നതും വിവാദത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. സംഭവം വിവാദമായതോടെ ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗോഡൌൺ ഉടമയിൽ നിന്നും പോലീസ് വിവരം ശേഖരിച്ചു. 4000-ഓളം കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി ബി.ജെ.പി. തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. അതേസമയം സംഘർഷത്തിനിടെയും പരിശോധനയുമായി തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് മുന്നോട്ടുപോയി. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കിറ്റുകൾ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് സീൽ ചെയ്തു. സൂപ്പർമാർക്കറ്റ് ഉടമയായ പ്രവീൺ ജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. 4 വാഹനങ്ങളിലായി കിറ്റുകൾ എത്തിച്ച് വിതരണം ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കിറ്റുകൾ പോലീസ് സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത് നീക്കി. കേന്ദ്രസേനയും സ്ഥലത്തെത്തി. സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് UDF സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതോടെ സ്ഥാനാർത്ഥിയടക്കം നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ അവകാശത്തെ വിലക്ക് വാങ്ങാൻ വേണ്ടി ബി.ജെ.പിയും RSSും സംഘപരിവാറും കൂടി പ്ലാൻ ചെയ്ത ഒന്നാണ് ഇപ്പോൾ ആളുകൾക്ക് കിറ്റ് വിതരണം. ഇത് ഇന്നലെ ഒളരിയിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ ഒളരിയിൽ ഇന്നലെ LDF UDF കൂടി കണ്ടുപിടിച്ചു. ഇന്ന് മണലൂർ നിയോജക മണ്ഡലത്തിൽ 15,000 കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കണം. 4,000 കിറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കിറ്റ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഈ ഭാഗത്തുള്ള ആളുകൾ അന്വേഷിച്ചപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ആ സ്വാതന്ത്ര്യത്തിന് സംഘടനക്കാരും സംഭവമേ അറിയില്ല, അങ്ങനെ സംഭവം അറിയില്ല, സ്വാതന്ത്ര്യക്കാരെ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനകത്ത് മാത്രമല്ല, ബി.ജെ.പിയുടെ പിന്നെ ഈ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും മണലൂർ നിയോജകമണ്ഡല ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇതിനുള്ളിലുണ്ട്. അദ്ദേഹം കൂടി നിന്നിട്ടാണ് ഈ കിറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.